ഇത് ഒരു കണക്കിന് ഒരു അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ പറയാനുള്ളത് എന്നതുകൂടി കേട്ടിട്ട് അദ്ദേഹം ആരോപണമുക്തനായി തിരിച്ചു വരുന്ന ഒരു ഘട്ടത്തിലേക്ക് അദ്ദേഹത്തെ വീണ്ടും തിരിച്ചെടുക്കുക, അങ്ങനെ ഇപ്പോൾ തന്നെ MLA ആയി തുടരാനുള്ളൊരു സാധ്യതയും അദ്ദേഹത്തിന് മുന്നിലുണ്ട്. അങ്ങനെ ആ തരത്തിലേക്ക് മുഖം രക്ഷിക്കുന്ന ഒരു നടപടി എന്ന് തന്നെ വേണ്ടേ ഇതിനെ വിലയിരുത്താൻ? അനുജ, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് നിലവിൽ നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു മുഖരക്ഷിക്കൽ നടപടി തന്നെയാണ്, ഒരു തീരുമാനം തന്നെയാണ് ഇതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വിവാദങ്ങളുടെ ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിസന്നദ്ധ ചില നേതാക്കളോട് അറിയിച്ചതാണ്. എന്നാൽ പിന്നീട് ഈ വിവാദം ബലപ്പെട്ടതോടുകൂടി അങ്ങനെ രാജിവെച്ചൊഴിഞ്ഞാൽ അത് തൻ്റെ വ്യക്തിശുദ്ധിയെ തന്നെ ബാധിക്കുമെന്നൊക്കെയുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം നേതാക്കളോട് സംസാരിച്ചത്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഭയം അവർക്ക് കാര്യമായിട്ടുണ്ട്. മാത്രമല്ല, അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും കാര്യമായി ബാധിക്കും എന്നുള്ളൊരു നിയമോപദേശം കൂടി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ രാജി വേണ്ട, പകരം രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താം, അങ്ങനെയാണെങ്കിൽ അവരിനി ചെയ്യാൻ പോകുന്ന തുടർ നീക്കങ്ങളെ സംബന്ധിച്ചും ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമായും പാർട്ടിയിലെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ ഇക്കാര്യം സ്പീക്കറെ അറിയിക്കണം. മാത്രമല്ല, നിയമസഭാ സമ്മേളനത്തിൽ UDF ബ്ലോക്കിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തലിനെ ഒഴിവാക്കണം എന്നുള്ള കാര്യം കൂടി ആവശ്യപ്പെടാൻ കോൺഗ്രസ് വരും മണിക്കൂറുകൾ ശ്രമിക്കും. അത് സ്വാഭാവികമാണ്. കാരണം പാർട്ടിയുടെ അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇനി ഉയരുന്ന ചോദ്യം, ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്വതന്ത്ര MLA ആയി തുടരുമോ, അതോ കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം അത് രാജിവെക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് വരേണ്ട ചർച്ചയാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം പൂർണ്ണമായും ഒരു മുഖം രക്ഷിക്കലിന്റെ ഭാഗമായി കോൺഗ്രസ് രാഹുലിനെ മാറ്റി നിർത്തുകയാണ്, പൂർണ്ണമായും മാറ്റി നിർത്തുകയാണ്. നിയമസഭയിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തലിന് അവസരങ്ങൾ ഏത് വിധത്തിൽ കിട്ടുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം. മാത്രമല്ല, നേതാക്കൾക്കിടയിൽ അച്ചടക്ക സമിതിയുടെ അന്വേഷണമൊക്കെ കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇക്കാര്യത്തിൽ ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്ത നിലപാട് അത് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് കൂടുതൽ ആരോപണങ്ങൾ, കൂടുതൽ തെളിവുകൾ രാഹുലിനെതിരെ വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്ന് ഇന്നലെ KPCC അധ്യക്ഷനോടും അതേപോലെ AICC-യോടും രമേശ് ചെന്നിത്തല അറിയിച്ചിരുന്നു. സമാനമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പല മുതിർന്ന നേതാക്കളും AICC-ക്ക് മുൻപിൽ വെച്ചു. ഇതോടുകൂടിയാണ് AICC ഇക്കാര്യത്തിൽ തീരുമാനം KPCC എടുക്കട്ടെ എന്നുള്ള കാര്യത്തിലേക്ക് പോയത്. പക്ഷേ ഇക്കാര്യത്തിൽ VD സതീശന്റെ നിലപാടും വളരെ ഉറച്ചതായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ ഓഡിയോ കൂടി പുറത്തു വന്നൊരു സാഹചര്യത്തിൽ ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പിന്തുണ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ കേൾക്കാൻ പോലും നിൽക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഇക്കാര്യത്തിലെ അഭിപ്രായം. അതേസമയം കുറച്ചെങ്കിലും ആ വിഷയത്തിൽ ഒരു പുനരാലോചന പൂർണ്ണാർത്ഥത്തിൽ തള്ളണോ എന്നൊക്കെ ഉണ്ടായിരുന്നത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനായിരുന്നു. എന്നാൽ അതും ഒടുവിൽ ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കൂടുതൽ